ഐ നോ ഇറ്റ്സ് ബിൻ എ വൈൽ നമ്മൾ ബ്ലൂ ലോക്കിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, പക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ ക്യാരക്ടേഴ്സിനും ഭയങ്കരമായിട്ട് ഹൈ മൊമെന്റ് കൊടുക്കുന്നത്. ആൻഡ് ഞാൻ 315 തൊട്ടിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് 314 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് 315 തൊട്ടിട്ട് 319 വരെ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് വായിക്കുമ്പോഴും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഓരോ ചാപ്റ്റേഴ്സിലും ഓരോ ക്യാരക്ടേഴ്സിനും അത്രയും ഹൈ പോയിന്റ് കൊടുക്കുന്നത്. ആൻഡ് അവസാനം ഈഗോയും ഈ ബ്ലൂ ലോക്ക് ടീമും ഈ മാച്ച് കഴിഞ്ഞാലേ കഥയുടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈ മാച്ച് കഴിയുന്നില്ല. സോ ചാപ്റ്റർ 317 വരെ, അതായത് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന വരെ ഈ വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് മൊത്തം മാച്ചും കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് പാർട്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ചാപ്റ്റർ 315 സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് കമന്റേഴ്സും ഭയങ്കര ഹൈ മൊമെന്റിൽ ബഷീറ എന്നോ ഗോൾ എന്നോ അവർ ഭയങ്കരമായിട്ട് അലറിക്കൊണ്ട് കമന്റ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. ആൻഡ് ഇവിടെ ബഷീറാണെന്നുണ്ടെങ്കിൽ അവന്റെ ഗോൾ അടിച്ചതിന് ശേഷം ഒരു ഹൈ ബാക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഭയങ്കര ഒരു ഓറ ഫാമിങ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ജപ്പാന് വേണ്ടിയിട്ട് നൈജീരിയൻ ടീമിനെതിരെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ബഷീറയാണ്. സോ ആ മൊത്തം ഓറയും ഇപ്പൊ അവന് ചുറ്റുമുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ബാക്ക് സ്റ്റോറി കാണിക്കും. ഈ ബാക്ക് സ്റ്റോറിയിൽ 44 ദിവസം മുന്നേ ഉള്ള കാര്യമാണ് കാണിക്കുന്നത്. അവിടെ ബഷീറിനെ ഒരു ചെറിയ എലമെന്ററി സ്കൂളിൽ കൊണ്ടിട്ട് ഒരു കോച്ച് പോലെ അസൈൻ ചെയ്തിട്ടുണ്ടാവും ഈഗോ. ആൻഡ് ആസ് എ സെൻസെ ബഷീറക്കുള്ള ആദ്യ ടാസ്ക് കൊടുത്തത് ജഗ്ലിംഗ് കുട്ടികളെ എല്ലാവരും പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് ബഷീറക്ക് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് തന്നെ അവൻ ജസ്റ്റ് ഇങ്ങനെ പന്ത് തട്ടിയിട്ട് പറയും, ജസ്റ്റ് ഫീൽ ദ ഇമോഷൻ, നിങ്ങൾ അത് എൻജോയ് ചെയ്ത് കളിക്കൂ അങ്ങനെ പറയും. പക്ഷെ ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെ കളിക്കാൻ പറ്റില്ലല്ലോ. ഇൻഫാക്ട് ആ കുട്ടികൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിരുന്നെങ്കിൽ പോലും ഈ ജഗ്ലിംഗ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വന്നു. ആൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഷീറക്ക് ഒരു കാര്യം മനസ്സിലാവും, അവന് ഫീൽ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ലല്ലോ. സോ അവന് ഈ ചെയ്യുന്ന കാര്യങ്ങളും അവൻ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളും ഒരു വേർഡ്, അതായത് വാക്കുകളിലൂടെ അവന് കൺവേ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇവരെ കൊണ്ട് ജഗ്ലിംഗ് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. സോ അവൻ അതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ബഷീറൊക്കെ അറിയുന്ന കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരെ ആദ്യം തൊട്ട്, അതായത് ബേസ് തൊട്ട് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഷീർ തീരുമാനിക്കും. സോ അതുകൊണ്ട് തന്നെ ബഷീർ ആദ്യം ഇവർക്ക് ജഗ്ലിയുള്ള ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത് കയ്യിൽ പിടിക്കുക, അതിന്റെ കാല് നീട്ടി വെച്ചിട്ട് കാലിലോട്ട് ഇടുക. ആൻഡ് ട്രൈ ചെയ്യണം ഓരോ തവണ പന്ത് വീഴുമ്പോഴും അത് പന്ത് മുകളിലോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്, അതായത് മുകളിലോട്ട് തട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ആദ്യമൊക്കെ നിങ്ങൾക്ക് ഇത് 1-2 തവണ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നമ്പറായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ബഷീർ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതിൽ ചില കുട്ടികൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും. ആൻഡ് അതിൽ ചില പിള്ളേർ നല്ല കിടനായിട്ട് ജഗിളും ചെയ്യാൻ പഠിക്കും. ആൻഡ് ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട് ബഷീർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. ആൻഡ് ഇപ്പൊ ബഷീർക്ക് കാര്യം മനസ്സിലാവും എന്തിനാണ് ഈഗോ അവനൊരു എലമെന്ററി സ്കൂൾ, അതായത് ചെറിയ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലോട്ട് അയച്ചെന്നുള്ളത്. ആൻഡ് അതിന്റെ ഏറ്റവും വലിയ കാരണമായിരുന്നു ബഷീറുടെ സ്കിൽസ് ബഷീർ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഹിസ് ഓൺ സ്കിൽസ്. ഇത്രയും നാള് ബഷീർ കളിച്ചുകൊണ്ടിരുന്നതെല്ലാം അവന്റെ ഫീലിങ്സ് ആണ്, അതായത് അവൻ എങ്ങനെയാണോ അത് ഫീൽ ചെയ്യുന്നത് അതുപോലെ അവൻ കളിക്കത്തുള്ളൂ. സോ ആ ഫീലിങ്സ് അവൻ കളിക്കുന്ന അത് ടാക്ടിക്കലായിട്ട് കൺവേർട്ട് ചെയ്ത് വേർഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു രൂപം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈഗോ അവനെ ഇങ്ങോട്ട് അയച്ചത്. ആൻഡ് എത്രത്തോളം അവന് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്റെ മൊത്തം സ്കിൽസ് അവൻ വേർഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത്രത്തോളം അവനും ക്ലിയർ ആയി എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. ബേസിക്കലി നിങ്ങൾ ഒരാളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നിങ്ങളും ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും. ആൻഡ് അത് നോട്ട് ജസ്റ്റ് ഇൻ സോക്കർ, അതിപ്പോ എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് ഇവിടെ ബഷീറൊക്കെ എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടീം ഫോം ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊന്നും പഠിപ്പിക്കേണ്ട. അവൻ ആ കുട്ടികളെ പഠിപ്പിക്കണം എങ്ങനെയാണ് ഡ്രിബിൾ ചെയ്യേണ്ടതെന്ന്. കാരണം ആ കാര്യത്തിലാണ് അവൻ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത്. സോ ആ കാര്യത്തിൽ അവനൊരു എക്സ്പെർട്ടൈസ് വരണമെന്നുണ്ടെങ്കിൽ ആ കാര്യം അവൻ വേർഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അവൻ ഇവിടെ എല്ലാവരും ഡ്രിബിളിംഗ് പഠിപ്പിച്ചിട്ടുണ്ടാവും. ആൻഡ് ഈ ഡ്രിബിളിംഗ് വെച്ചിട്ട് അവൻ ടീമിനെ നമ്പർ 1 ആക്കാനല്ല ശ്രമിക്കുന്നത്, വേൾഡിലെ നമ്പർ 1 ബഷീർ ആവാൻ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിക്കുന്നത്. ടീമിനെ നമ്പർ 1 ആയാലും ഇല്ലെങ്കിലും അവനൊരു കുഴപ്പമില്ല, പക്ഷെ അവൻ നമ്പർ 1 ആവണം എന്നുള്ള ഒരു കാര്യം അവനുണ്ട്. ഇവിടെ കട്ടിയത് നമുക്ക് അപ്പുറത്ത് നൈജീരിയൻ പ്ലേയേഴ്സിനെ കാണിക്കും. അവർ ഇത്ര നേരം കൺഫ്യൂസ്ഡ് ആയിരുന്നു ആരാണ് ഗോൾ അടിക്കുക എന്നുള്ള കാര്യം. ആ കാര്യത്തിലൊരു തീരുമാനമായി, ആര് വേണമെങ്കിലും ഗോൾ അടിക്കുന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇതിനെതിരെ ഇനി എന്തൊക്കെ ടാക്ടിക്സ് എടുക്കും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ബഷീരെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ബഷീരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമല്ലോ. ആൻഡ് ഇവിടത്തെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് റീസ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നൈജീരിയ റീസ്റ്റാർട്ട് ചെയ്ത പാടെ തന്നെ 2 പാസിൽ നൈജീരിയയുടെ കയ്യിൽ നിന്ന് പന്തെടുക്കും. എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൂസോയുടെ കയ്യിലായിരിക്കും പന്തുണ്ടാവുക. അവനെ തടുക്കാൻ വേണ്ടിയിട്ട് ബഷീറ വരും. പക്ഷേ ബഷീറൊക്കെ അവനെ തടുക്കാൻ പറ്റത്തില്ല, കാരണം കൂസോ ഇച്ചിരി അവിടെ ഓവർ പവർ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതിന്റെ ബഷീറുടെ ഒരു ഗോൾ അടിച്ചത് കൊണ്ട് തന്നെ ബഷീറുടെ അങ്ങനത്തെ ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷേ ഇവന്റെ ഏറ്റവും വലിയ കണ്ണായിരുന്നു, അതായത് കൂസോയുടെ ഏറ്റവും വലിയ കണ്ണായിരുന്നു ഇസാഗിയുടെ പുറത്ത്. കാരണം ഈ മൊത്തം ഗെയിമിനെ കൺട്രോൾ ചെയ്യുന്ന ഇസാഗിയാണെന്നുള്ള കാര്യം കൂസോക്ക് അറിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൂസോ അവിടെ നിന്ന് നേരെ
ബഷീറെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഒനാസിക്ക് ഒരു പാസ് കൊടുക്കും. കൂസോക്ക് ഒറ്റ കാര്യം മൈൻഡിലുള്ളൂ, ഇസാഗിയുടെ കയ്യിൽ പന്ത് എത്തരുത്. ആൻഡ് ഇവിടെ നേരെ ഒനാസിക്ക് പന്ത് പാസ് കൊടുക്കും. പക്ഷെ അവിടെ നേരെ ആര്യു എത്തും. ഇവിടെ നമുക്ക് ആര്യു ആ 44 ഡേയ്സിൽ എന്താ ട്രെയിൻ ചെയ്തെന്ന് നമുക്ക് കാണിക്കും. ആര്യു ആണെന്നുണ്ടെങ്കിൽ ജൂഡോ ട്രെയിൻ ചെയ്യായിരിക്കും. ജൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരാട്ട പോലൊരു മാർഷൽ ആർട്ടാണ്. ആൻഡ് ഈ മാർഷൽ ആർട്ട് ട്രെയിൻ ചെയ്യായിരിക്കും ആര്യു. ആൻഡ് ഇത് പഠിച്ചതുകൊണ്ട് തന്നെ 1-on-1 ഡിഫെൻഡിങ്ങിൽ ആര്യു ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിണ്ടാവും. ആൻഡ് ഇത് ജസ്റ്റ് കഥയായിട്ട് പറയുന്നത് മാത്രമല്ല, ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആര്യു ഒനാസിയുടെ ചെറിയ ചെറിയ റിയാക്ഷൻസ് വെച്ചിട്ട് തന്നെ അവൻ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നുള്ള കാര്യം മൊത്തമായിട്ട് അവൻ അനലൈസ് ഉണ്ടാവും. അവൻ എന്താ ചെയ്യാന്നുള്ള കാര്യം മൊത്തമായിട്ട് പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ഒനാസിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ആര്യു അവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒനാസി വീണ്ടും പന്ത് എടുത്തിട്ട് കൂസോക്ക് പാസ് ചെയ്യാൻ വേണ്ടി കൂസോ പന്ത് അവിടെ നിന്ന് തട്ടി മാറ്റും. ആൻഡ് ഈ മൊമെന്റിനായിരുന്നു മൊത്തം ജപ്പാൻ ടീമും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം മൊത്തം പ്രീ പ്ലാൻഡ് ആണ്. സോ അതിനൊരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നീക്കോ. ആൻഡ് ഒനാസി ഇവിടുന്ന് കൊടുത്ത പന്ത് കറക്റ്റ് ആയിട്ട് നീക്കോ കൂസോന്റെ അടുത്തേക്ക് എത്താണ്ട് തന്നെ അത് മുന്നേ തന്നെ അത് കൂസോ കൈക്കലാക്കും. ആൻഡ് ഇത് കണ്ടിട്ട് കൂസോ ലിറ്ററലി ഷോക്കായി നിൽക്കും. കാരണം നീക്കോ അവന്റെ കയ്യിൽ നിന്ന് പന്ത് എടുക്കുന്നുള്ള കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് അറിയുന്ന നീക്കോ ബ്ലൂ ലോക്കിൽ കളിച്ച നീക്കോ ആണ്. സോ ആ നീക്കോ അല്ല ഇപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ കൂസോയുടെ മുന്നിൽ നിന്ന് നീക്കോ പന്തെടുക്കുന്നുള്ള കാര്യം ഒട്ടും എക്സ്പെക്ട് ഉണ്ടായില്ല. കൂസോ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യും അവൻ്റെ അടുത്ത് പന്ത് എടുക്കാൻ വേണ്ടി, ടാക്കിൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ നീക്കോ ഭയങ്കരമായിട്ട് അവന് ടഫ് കൊടുക്കും. ആൻഡ് ഇതിന്റെ എല്ലാം കാരണം നീക്കോ ആ 44 ഡേയ്സിലെടുത്ത ട്രെയിനിങ് ആണ്. ഐ മീൻ വർക്കൗട്ട് ആണ്. ചെക്കൻ മരിച്ച് വർക്കൗട്ട് ചെയ്ത് അവന്റെ ബോഡി അത്രയും സ്ട്രോങ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. അതായിരുന്നു ഈഗോ അവന് കൊടുത്തിട്ടുള്ള പ്ലാൻ, അതായത് ടാസ്ക്. കാരണം അവന്റെ മൈൻഡ് ഒരുപാട് ഷാർപ്പായുള്ള മൈൻഡാണ്. പക്ഷെ അതിനോട് കടപിടിക്കുന്ന ഒരു ബോഡി അവനില്ല. സോ ആ ബോഡി മെച്ചപ്പെടുത്താനായിരുന്നു ഈഗോ അവന് കൊടുത്തിട്ടുണ്ടാവുന്നത്. അതിനുശേഷം ആൻഡ് നീക്കോ അവിടുന്ന് പന്ത് ടാക്കിൾ ചെയ്തിട്ട് ഓടുമ്പോൾ അപ്പുറത്ത് കൂസോ വിളിച്ചു പറയും, ഒരിക്കലും ഇസാഗിയുടെ കയ്യിൽ പന്തെത്താൻ അനുവദിച്ചു കൂടാന്ന് പറയും. ആൻഡ് പിന്നിൽ നിന്ന് ഓടുമ്പോഴും കൂസോന്റെ മൈൻഡിൽ ഈ 44 ഡേയ്സിൽ ബ്ലൂ ലോക്ക് പ്ലേയേഴ്സിനുള്ള വന്ന മാറ്റാണ് അവന്റെ മൈൻഡിൽ മൊത്തം ഓടിക്കൊണ്ടിരുന്നത്. ആൻഡ് കൂസോ പറഞ്ഞതുകൊണ്ട് തന്നെ ഇസാഗിയെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നൈജീരിയയിൽ ഒരു പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നീക്കോ പാസ് കൊടുക്കുന്ന ഇസാഗിക്ക് ആയിരിക്കത്തില്ല, റിയോക്കായിരിക്കും. ആൻഡ് ആ പാസ് ഭയങ്കര ലോങ് ആയിട്ടുള്ള ഒരു റിസ്കി പാസ് ആയിരിക്കും. അത് കറക്റ്റ് റിയോ എടുക്കും ചെയ്യും. ആൻഡ് ഇങ്ങനെ ഇത്രയും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പാസ് കൂടെ കണ്ടപ്പോൾ നൈജീരിയൻ ടീമിന്റെ കയ്യിൽ നിന്ന് പോയി. അവര് പ്രഷർ കയറിയിട്ട് അലറി വിളിക്കാൻ തുടങ്ങി ഓരോരുത്തരും. ആൻഡ് കൂസോ അലറി വിളിക്കാൻ തുടങ്ങും. ഇസാഗിക്ക് എല്ലാവരും പാസ് കൊടുക്കുന്നത് വേറെ ആൾക്കാണ് പാസ് കൊടുക്കുന്ന കാര്യമെല്ലാം കൂസോ അലറി വിളിക്കാൻ തുടങ്ങും. ആൻഡ് ഇത് കേട്ടപ്പോൾ എനിക്ക് എന്താ ഇവർക്ക് ഇത്ര കാലം മനസ്സിലായില്ലേ ഇസാഗി മാത്രമല്ല ബ്ലൂ ലോക്ക് എന്നുള്ള കാര്യം. ആൻഡ് ഇവിടുന്ന് നീക്കോ കൊടുത്ത പാസ് റിയോ എടുത്തിട്ട് റിയോ നേരെ ഓടാൻ തുടങ്ങും. ആൻഡ് റിയോയുടെ കൂടെ തന്നെ ഒപ്പം ബഷീറയും ഉണ്ടാവും. ആൻഡ് ഇവർ രണ്ടുപേരും കമ്പൈൻ ഫോർമേഷനിലായിരിക്കും ഓടാൻ തുടങ്ങുക. ആൻഡ് റിയോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കെമിലിയൻ ഫോം യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബഷീറായിട്ട് മാറും. ആൻഡ് ഇവിടെ നൈജീരിയയുടെ മുന്നിലുള്ളത് 2 ബഷീറയാണ്. ഇതുകൂടെ കണ്ടപ്പോൾ നൈജീരിയൻ പ്ലേയേഴ്സിന്റെ വെടി പോയിണ്ടാവും. നൈജീരിയൻ ടീമിന്റെ ഡിഫൻഡേഴ്സ് എല്ലാം നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവും അവർ രണ്ടുപേരെയും തടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനൊരു ഫോർമേഷൻ അത് ഇതുവരെ നൈജീരിയൻ ടീമിൽ, അതായത് മൊത്തം ബ്രെയിൻ ആയിട്ടുള്ള കൂസോക്ക് പോലും അറിയുന്നുണ്ടാവില്ല. കാരണം ഇത്രയും നാൾ അവരെല്ലാ ടാക്ടിക്സും ജപ്പാൻ ടീമിന്റെ എല്ലാ ടാക്ടിക്സും ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് വന്നത്. ബട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രഷ് ടാക്ടിക്സ് ആയിരുന്നു. കാരണം ബഷീറയും റിയോയും ഒരുമിച്ച് കളിച്ച ഒരു ടാക്ടിക്സ് ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ സമയത്ത് ഇങ്ങനെ ഒരു ടാക്ടിക്സ് നേരെ കളിക്കാനുള്ള ഒരു ബ്രെയിനും ഒരു ഫോർമേഷനും അവരുടെ ടീമിന് ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവരിവിടെ ഭയങ്കരമായിട്ട് പൊസിഷനിലും എല്ലാത്തിലും ഭയങ്കരമായിട്ട് ഡൗൺഫോൾ ആയി പോകും. സോ ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അവസാനം ഫൗള് തന്നെ വെക്കാന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് നൈജീരിയൻ ടീം കളിക്കാൻ തുടങ്ങും. ബട്ട് ഇവരുടെ കൂടെ റിൻ ആൻഡ് ഇസാഗി ഓടാൻ തുടങ്ങും. മിഡ്ഫീൽഡേഴ്സിന് തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഏസ് ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സ് കൂടെ ഓടാൻ തുടങ്ങുന്നത്. കൂസോ വയർത്ത് കൊട്ടാൻ തുടങ്ങും. ആൻഡ് റിൻ ആൻഡ് ഇസാക്കി വന്നതിന് ശേഷം അവർ രണ്ടുപേരും പറയും അവർക്ക് പാസ് കൊടുക്കാനും അവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പറയും. ആൻഡ് ഇതുകൂടെ കണ്ടപ്പോൾ കൂസോ മുഴുവനായിട്ട് ഇരുട്ടിലായിട്ട് പോകും. കാരണം ഇവിടെ എത്ര ഓപ്ഷൻസ് ആണ്. ഒന്നല്ലെങ്കിൽ റിയോക്ക് ബഷീർക്ക് പാസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇസാക്കി റിൻ, അങ്ങനെ 3 പേരും അവിടെ നിൽക്കുകയാണ്. സോ ഇതുകൊണ്ട് തന്നെ കൂസോ ഇരുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് എന്താ നടക്കാൻ പോകുന്നുള്ള കാര്യം ആർക്കും പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഇപ്പൊ എന്തായാലും ബഷീർക്ക് പാസ് കൊടുക്കും, ബഷീർ അവിടെ നിന്ന് ഇസാക്കിക്ക് പാസ് കൊടുക്കും, അങ്ങനെയാണെന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ നേരെ റിന്നിന് പാസ് കൊടുക്കും, റിൻ അവിടെ നിന്ന് നേരെ കൊണ്ടുപോയിട്ടൊരു ഗോൾ അടിക്കും. ബട്ട് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് നൈജീരിയൻ ടീം പോട്ടെ, അവരുടെ മൊത്തം ബ്രെയിൻ ആയിട്ടുള്ള കൂസോക്ക് വരെ ഒന്നും മനസ്സിലാവാണ്ട് നിൽക്കും. റിയോ ഇവിടെ ഇസാഗി ആൻഡ് ബഷീർ രണ്ടുപേരെയും വിട്ടിട്ട് വേറൊരാൾക്ക് പാസ് കൊടുക്കും. ആൻഡ് ആ പാസ് പോകുന്നത് റിന്നിന് ആയിരിക്കത്തില്ല. ആ പാസ് നേരെ പോയി വീഴുന്നത് ചിഗിരിയുടെ കാലുമലായിരിക്കും. ചിഗിരി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കോർണറിൽ പ്രസന്റ് ആയിരിക്കും. ആരും അവന്റെ മേത്തൊരു കണ്ണു പോലും വെച്ചിട്ടുണ്ടാവില്ല. സോ കറക്റ്റായിട്ട് ചിഗിരി കറക്റ്റ് പൊസിഷനിലായതുകൊണ്ട് തന്നെ റിയോ ഇവിടെ ചിഗിരിക്ക് പാസ് കൊടുക്കും. ആൻഡ് പന്ത് കിട്ടിയ ചിഗിരി അവിടുന്ന് ഒരൊറ്റ ഷോട്ടിൽ
ഷോട്ടിൽ അതൊരു ഗോളാക്കി മാറ്റും. പക്ഷെ അടിച്ചത് ശിഗിരി ആയിരിക്കത്തില്ല, റിയോ ഹിംസെൽഫ് ആയിരിക്കും. പാസ് കൊടുത്ത പന്ത് തിരിച്ചെടുത്തിട്ട് റിയോ ചിഗിരിയായിട്ട് മാറും. ആൻഡ് അങ്ങനെ ചിഗിരിയുടെ ഒരു ഫോർമേഷൻ എടുത്തിട്ട് അവനത് അടിക്കും. ആൻഡ് അത് ഗോളാവും ചെയ്യും. ആൻഡ് ഇത് എങ്ങനെയാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും കാര്യമായിട്ട് മനസ്സിലായില്ല. ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് മേ ബി അനിമേഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അടിച്ച ഗോളും അതിനിട്ട ഇമ്പാക്റ്റും അത് കിടിലനായിരുന്നു. സോ ഇവിടെ റിയോ രണ്ടാമത്തെ ഗോള് ജപ്പാന് വേണ്ടിയിട്ട് നേടും. ആൻഡ് റിയോയുടെ ഗോളോട് കൂടിയിട്ട് നൈജീരിയൻ ടീം മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് ഇത് പോകും. ആൻഡ് കമന്റേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം അലറിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ 3 പേര്, അതായത് നൈജീരിയൻ ടീമിന്റെ ഈ 3 പ്ലേയേഴ്സ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുണ്ടാവും. മോട്ടിവേഷൻ മൊത്തം പോയിണ്ടാവും. കാരണം 2-0 തോറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. മൊത്തം സ്റ്റേഡിയവും കമന്റേറ്റേഴ്സും എല്ലാം ബ്ലൂ ലോക്ക്, അതായത് ജപ്പാൻ ടീമിനെ ഹൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് മൊത്തം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ടീമിനെ കണ്ട ഒനാസി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരും. ആൻഡ് ഇവൻ ഒനാസി പറയാൻ തുടങ്ങും, അതായത് നമ്മൾ എത്ര കടമ്പകൾ കടന്നിട്ടാണ് ഒരു കുടുംബമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ നമ്മളാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫാമിലി. ആൻഡ് ഒനാസി ഇത് ഭയങ്കര ഹാപ്പി ഫേസ് വെച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഡിപ്രസിങ് എൻവയോൺമെന്റ് കുറച്ചായിട്ട് മാറാൻ തുടങ്ങും. ആൻഡ് ഇതിനുശേഷം നമുക്ക് കാണിക്കുന്നത് ഒരു പാസ്റ്റ് ആണ്. ആൻഡ് ഈ പാസ്റ്റ് നടക്കുന്നത് 12 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇവിടെ നമുക്കൊരു ഓർഫനേജ് കാണിക്കും നൈജീരിയയിലെ. ആൻഡ് അവിടെ ഒരുപാട് ചെറിയ കുട്ടികൾ ചേർന്നിട്ട് ഫുട്ബോൾ കളിക്കുന്നത് കാണും. പക്ഷെ ഒരു കുട്ടി മാറി ഇരുന്നിട്ട് ഫുട്ബോൾ കളിക്കാണ്ട് മാറി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ മാറിയിരിക്കുന്ന കുട്ടിയായിരിക്കും ഒനാസി. ആൻഡ് ഒനാസിയുടെ അടുത്തോട്ട് കൂസോ പോയിട്ട് പറയും, നീ എന്തിനാ എങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നീ ഓർഫനേജിലോട്ട് വന്നതിന് ശേഷം നീ ആരായിട്ടും ഫ്രണ്ട് ആയിട്ടില്ലല്ലോ, നീ എന്തിനാ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. നിനക്ക് സോക്കർ കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പോകുന്ന സോക്കർ കളിക്കാം, കാരണം ഞങ്ങൾ നിന്നെ കൂട്ടാൻ തയ്യാറാണെന്നുള്ള രീതിക്ക് കൂസോ സംസാരിച്ചുകൊണ്ടിരിക്കും. മേ ബി ഒനാസി ഒറ്റയ്ക്കിരിക്കുന്നവരോട് വിഷമിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ ഇതിനെല്ലാം മറുപടി ആയിട്ട് ഒനാസി ഒന്നും തന്നെ പറയത്തില്ല. കൂസോ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ വീണ്ടും അങ്ങനെ തന്നെ തല താഴ്ത്തി ഇരുന്നുകൊണ്ടിരിക്കും. ആൻഡ് ഒനാസി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കൂസോ അവന്റെ കഥ പറയാൻ തുടങ്ങും. അവന്റെ അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ മരിച്ചിട്ടുണ്ട്, നിന്റെ പോലെ തന്നെ. ആൻഡ് ഇവിടെയുള്ള ഈ ബാക്കി പിള്ളേരാണ് എന്റെ കുടുംബം. സോ ആ കുടുംബത്തിലോട്ട് നിന്നെ വിളിക്കുകയാണെന്നുള്ള രീതിക്ക് കൂസോടെ സംസാരിക്കും. ആൻഡ് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടും ഒനാസിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവത്തില്ല. ഇൻഫാക്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അതുകൊണ്ട് തന്നെ കൂസോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള പന്ത് നേരെ ഒനാസിയുടെ പുറത്തോട്ട് എറിഞ്ഞിട്ട് അവിടെ നടന്നു പോകും. ആൻഡ് കൂസോ അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ തലയിൽ പന്ത് വന്ന് ഇടിക്കും. ആൻഡ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒനാസി അവിടെ പന്ത് അടിച്ചിട്ടുണ്ടാവും അവന്റെ മേത്തോട്ട്. ആൻഡ് തിരിഞ്ഞു നോക്കിയ കൂസോ കാണുന്നത് ഒനാസി അലറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഇത് കേട്ടിട്ട് കൂസോ ചോദിക്കും, അതെയോ നീ ഒറ്റയ്ക്കല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കുന്നത്, നീ എന്തിനാണ് നിന്റെ മോന്ത ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ഒനാസിക്ക് വീണ്ടും ദേഷ്യവും വരും, അതുപോലെ തന്നെ സങ്കടവും വരും. അവന്റെ മോന്താണ്ടാ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആൻഡ് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് കരയുന്നുണ്ടെങ്കിലും അവൻ ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഐ ആം നോട്ട് ലോൺലി എന്ന്. ആൻഡ് ഇതിനേശം സീൻ ചെയ്തായിട്ട് കാണിക്കുന്നത് ഒനാസി അവരുടെ ഒപ്പം ഫുട്ബോൾ കളിക്കുന്നതാണ്. അവരുണ്ടായിരുന്ന എല്ലാ പ്ലേയേഴ്സിനെയും ഡ്രിബിൾ ചെയ്തുകൊണ്ട് ഒനാസി ഒറ്റക്ക് കൊണ്ടിട്ട് ഒരു ഗോൾ അടിക്കും. ആൻഡ് ഇത് കണ്ടിട്ട് കൂസോ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നോക്കി നിന്ന് പോവും. ആൻഡ് കൂസോ അവിടെ ഒനാസിയെ അഡ്മയർ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഒനാസി പേടിച്ചിട്ടുണ്ടാവും, കാരണം ഗോൾ ചെയ്തതിനു ശേഷം ഇനി ഇവരെന്നെ ബുള്ളി എന്നുള്ള കാര്യം വെച്ച് പേടിച്ചിട്ട് അവനൊരു രീതിക്ക് അവരെ നോക്കാൻ തുടങ്ങും. പക്ഷെ അവരെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഹൈപ്പാവും. ഒനാസിയുടെ ഈ ഗോൾ കണ്ടിട്ട് അവര് സ്വന്തമായിട്ട് ഗോൾ അടിച്ച പോലെ ഒരു ഫീലിൽ അവർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇത് കണ്ടിട്ട് ഒനാസി ആശ്ചര്യത്തോടെ നോക്കി നിൽക്കും. ആൻഡ് ഇതിന് ശേഷം നമുക്ക് പ്രസന്റ് കാണിക്കും. ആൻഡ് ഇവിടെ ഒനാസി പറയും, ഇറ്റ്സ് ഫൈൻ ബിക്കോസ് ഐ ആം ഹിയർ എന്ന് പറയും. ആൻഡ് ഇത് കേട്ട് ബാക്കിയുള്ള നൈജീരിയൻ പ്ലേയേഴ്സിനൊക്കെ ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ ആവും. കാരണം ഒനാസി അവിടെ ഉണ്ടെന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷൻ ആവും. അങ്ങനെ ഇവരിങ്ങനെ സന്തോഷിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പുറത്ത് വേറൊരാളിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് അപ്പുറത്തുനിന്നൊരു സൗണ്ട് വരും, ഇറ്റ്സ് നോട്ട് ഫൈൻ ബിക്കോസ് ഐ ആം ഹിയർ എന്ന് പറയും. ആൻഡ് പറയുന്നത് ഇസാഗി ആയിരിക്കും. ആൻഡ് ഇതുകൂടെ കേട്ടപ്പോൾ ഒനാസി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഇവിടെ ഇനി നമുക്ക് കാണിക്കും മാച്ച്, അതായത് ഫസ്റ്റ് ഹാഫ് തീരാൻ വേണ്ടി ജസ്റ്റ് 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കാണിക്കും. ആൻഡ് ഇവിടെ റീസ്റ്റാർട്ട് ആയതും അവിടെ തന്നെ കൂസോ പന്ത് എടുക്കും. ആൻഡ് കൂസോക്ക് ഇവിടെ ക്ലിയർ ആയി ഉണ്ടാവും, കാരണം ഇത്രയും നാൾ അവർ കമ്പീറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീമാണ് ജപ്പാൻ ബ്ലൂ ലോക്ക് ടീം എന്നുള്ള കാര്യം കൂസോ കൂടെ മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിങ്ങിലും അതുപോലെ തന്നെ ഡിഫെൻഡിങ്ങിലും 3 സ്ട്രോങ് പോയിന്റ് ഉണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടി അവിടെ നടക്കില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇസാഗി ഒബ്വിയസ്ലി സ്ട്രൈക്കറായിട്ടും കറാസു മിഡ്ഫീൽഡറായിട്ടും ഐക്കു ഡിഫൻഡറായിട്ടും ഈ 3 സ്ട്രോങ് പോയിന്റ് ആണ് ഇപ്പൊ ജപ്പാനിലുള്ളത്. ബേസിക്കലി ഈ 3 പേരാണ് അവരുടെ ഏരിയ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഈ 3 പേരാണ് ഒരു ഫൗണ്ടേഷൻ പോലെ പ്രവർത്തിക്കുന്നത്. അത് ആർക്കൊക്കെ പന്ത് പോകണം, ആരൊക്കെ പന്ത് എടുക്കണം എന്നുള്ളത്. ആൻഡ് ഇതിന് ശേഷം വരുന്നവരാണ് ഇവർ രണ്ടുപേരും, ബഷീറും ഷിഗിരിയും. അതിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്പീഡും, ഒരാളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രിബിളിങ്ങും. ആൻഡ് ഇതിനുശേഷം വരുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീനിയസ്, ഒരു സ്ട്രൈക്കർ, അതാണ് റിന്നെ. ആൻഡ് ഇതിനുശേഷം ഇവർ രണ്ടുപേരും മിഡ്ഫീൽഡേഴ്സിലെ ഹാൻഡ് ആയിട്ടുള്ളത്, അത് ആർക്കൊക്കെ പാസ് കൊടുക്കണം എന്നുള്ളത് ഇവരാണ് തീരുമാനിക്കുന്നത്. പന്ത് എങ്ങോട്ട് പാസ് പോകണം, പന്ത് ആരുടെ കാലിൽ പോയി വേണം എന്നൊക്കെ എല്ലാം ഇവരാണ് കരാസുവിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം വരുന്നതാണ് 2 എലൈറ്റ് ഡിഫൻഡേഴ്സ്.
നീക്കോയും അതുപോലെ തന്നെ ആര്യയും ബോളിനെ ഗോൾ പോസ്റ്റിന്റെ അടുത്തോട്ട് പോലും പോകാൻ സമ്മതിപ്പിക്കാണ്ട് വെക്കുന്ന രണ്ടുപേരാണ് ഇവര്. ആൻഡ് ഇനി ഇവരെ എല്ലാം സൂക്കോ അടിച്ചിട്ട് അങ്ങോട്ട് ചെന്നാലും അവിടെ വേറൊരിടത്ത് നോക്കി നിൽക്കുന്നുണ്ടാവും. വേറെ ആരുമല്ല, ഗഗാമാറുവിന്റെ അടുത്ത് പന്ത് പോകുന്നില്ല. അതുകൊണ്ടാണ് ഗഗാമാറുവിന്റെ പവർ എന്താണെന്ന് ഇവർക്ക് അറിയാത്തത്. സോ എല്ലാം തരണം ചെയ്ത് പോയാലും അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഗഗാമാർ അവിടെ ഉണ്ട്. ആൻഡ് കൂസോ കൂടെ മനസ്സിലായിട്ടുണ്ടാവും അവർ ജയിക്കാന്നുള്ള കാര്യം അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒനാസി അവരുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർ ജയിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല എന്നുള്ള കാര്യം കൂസോക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഒനാസിയുടെ പവേഴ്സ് എന്താണെന്നും ഒനാസി എങ്ങനെയൊക്കെയാണ് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുള്ള കാര്യം എല്ലാം കൂസോക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ കൂസോ അവിടുന്ന് നേരെ ഒനാസിക്ക് ഒരു പാസ് കൊടുക്കും. എല്ലാം കാൽക്കുലേറ്റ് വെച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, കാരണം മിഡ് എയറിൽ വെച്ചിട്ട് ഒനാസിക്ക് നന്നായിട്ട് അടിക്കാന്നുള്ള കാര്യം കൂസോക്ക് അറിയാം. സോ ഒനാസിക്ക് അതിന്റെ രീതിക്കുള്ള ഒരു പാസ് അവിടെ കൂസോ കൊടുക്കും. ആൻഡ് ആ പന്ത് കിക്ക് അടിക്കുന്നതിന് മുന്നേ ഇസാഗിയോട് പറയുന്നുണ്ടാവും, ഐ എം സർപാസിങ് യു ഇസാഗി ചോദിച്ചെന്ന്. ഇസാഗി ഒന്നും പറയില്ല, കാരണം ഇസാഗിക്ക് അറിയാമായിരുന്നു അപ്പുറത്ത് നിൽക്കുന്നത് ഗഗാമാറുവാണെന്ന്. സോ ആൻഡ് ഗഗാമാറുവാണെന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് വാടാന്നുള്ള ലെവലിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. മുഖത്തൊരു തുള്ളി ടെൻഷൻ പോലും ഉണ്ടായിട്ടില്ല. ആൻഡ് ഗഗാമാരു എന്താണ് ഇത്ര കോൺഫിഡന്റ്, അതായത് വേൾഡ് കപ്പ് കളിക്കുന്നത്, അപ്പൊ അതിന് ചെറിയൊരു ടെൻഷനിലും വേണ്ടേ? പക്ഷെ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഗഗാമാര് ഫുൾ കോൺഫിഡന്റിലായിരിക്കും. ആൻഡ് ഗഗാമാറുവിന്റെ 44 ഡേയ്സിൽ ഇവിടെ ട്രെയിനിങ് എന്താണെന്ന് കാണിക്കും. അതായത് ബേസ് ബോൾ വെച്ചിട്ട് ഗോൾ അടിക്കാൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് ആ ബോള് ഗഗാമാര് തടുക്കണം. ഇതായിരിക്കും അവൻ്റെ ആ 44 ഡേയ്സിൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവുക, ഈഗോ. ആൻഡ് ഒരു ചെറിയ ബോൾ പിടിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അത്രയും സ്പീഡിലായിരിക്കും അത് വരിക. ഒന്നാമത് ബേസ് ബോളാണ്, സോ അത്രയും സ്പീഡിലായിരിക്കും വരിക. സോ അത് പിടിക്കുന്നതായിരിക്കും ഈഗോ അവന് കൊടുത്തുള്ള ടാസ്ക്. ആൻഡ് ഇവിടെ കാട്ടിയത് വേണ്ടി നമുക്ക് വീണ്ടും അതായത് പ്രസന്റിലോട്ട് വരും. ആൻഡ് ഇവിടെ നമുക്ക് ഒനാസി ആ കിക്ക് എടുക്കുന്നതായിരിക്കും കാണുക. ആൻഡ് ഇവിടെ ഗഗാമാറുവിനെ ഫുൾ ബോഡി പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹൈ ജമ്പ് കോർണറിലോട്ട് ചാടിയിട്ട് ആ പന്ത് സേവ് ചെയ്യും. ആൻഡ് ഇത് കണ്ടിട്ട് ഒനാസി ബി ലൈക്ക് വത്തം അങ്ങനെ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈ ഷോട്ടോട് കൂടിയിട്ട് വിസിൽ മുഴങ്ങും, അതായത് ഫസ്റ്റ് ഹാഫിന്റെ വിസിൽ മുഴങ്ങും. ഇനി അടുത്ത പാട്ട് നൈജീരിയ ആയിട്ടുള്ള മാച്ച് മൊത്തം കഴിഞ്ഞതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം, പെട്ടെന്ന് തന്നെ വരാം. ബൈ ഗൈസ്, ബൈ.